അങ്ങനെ നമ്മുടെ ഈസി ഡ്രോയിങ് സീരീസിലെ പാർട്ട് 1 വീഡിയോയ്ക്ക് ശേഷം പാർട്ട് 2 വീഡിയോയുടെ ഡ്രോയിങ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കണം. ഇനി ആ ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കുക. വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള 2 ലൈൻസിൻ്റെ നടുക്കായിട്ടായിരിക്കണം രണ്ടാമത് അടിയിൽ വരയ്ക്കണ ലൈൻസ് വരാനായിട്ട്. വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് 4 കോർണറിലും ഇതിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേന വെച്ച് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല എല്ലാ ലൈൻസും എല്ലാനും കുറച്ചുകൂടെ തിക്കായിട്ടും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ലാസ്റ്റായിട്ട് ഇനി കളറിങ് ആണ്. കളർ ചെയ്യുമ്പോൾ 2 ഷെയ്ഡായിട്ട് വേണം കളർ ചെയ്യാനായിട്ട്. നമ്മൾ എടുക്കുന്ന കളറിൻ്റെ 2 ഷെയ്ഡ് എടുക്കുക. ഡാർക്കർ ഷെയ്ഡ് ഇതിൽ കൊടുത്ത പോലെ താഴെ അരികത്തായിട്ടും കൊടുക്കുക. ലൈറ്റർ ഷെയ്ഡ് വെച്ച് ഫുൾ കളറും ചെയ്യാം. എൻ്റെ സ്കെച്ച് തീർന്നതുകൊണ്ട് തന്നെ കളറിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്ത്. നിങ്ങൾ കളർ ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക, കാരണം അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.